Hi friends, welcome back to ഇന്ന് നമ്മൾ ഡിഫിക്കൽട്ടി പ്രാക്ടീസിൽ ഇട്ടിട്ട് നമ്മുടെ ഡാർക്കർ ഒഴികെ എല്ലാം ഇട്ടിട്ടാണ് കളിക്കാൻ പറ്റുന്നത്. മ്യൂസിക് മാത്രം വേണ്ടെന്ന് വെച്ചാൽ ഓക്കെ, മ്യൂസിക് വേണ്ട. ഓക്കെ, അപ്പോൾ മ്യൂസിക് വേണ്ട, ലോ ക്വാളിറ്റിയാണ് ഏറ്റവും നല്ലത്. കണ്ടിന്യൂ. ഇവിടെ മ്യൂസിക് ഇട്ടിട്ടില്ല, എന്തുണ്ടാവും എന്ന് അറിഞ്ഞൂടാ. വേമ്പ ഡേ 1 ഹാൻഡിൻ്റെ അവിടെ തന്നെ കൊണ്ടുപോയി ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് പ്രാക്ടീസ് കിട്ടുന്നത്. നമുക്കത് പേടിയാ. പിന്നെ പേടി ഒരു ഓണാക്കണില്ലേ, തുറന്നിട്ട് അങ്ങോട്ട് ഇടുക. ഗ്രാനൊന്നുമില്ല, അതുകൊണ്ട് നമുക്കൊന്നും ഒരു പേടിയില്ല. എന്തൊരു കഷ്ടമാണിത്. കാരണം നിനക്ക് പേടിയായിട്ടാവില്ല പ്രാക്ടീസ്. യാസ്, പേടിയാണ്. എന്താ കുഴപ്പം? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ശീലിച്ച് കളിക്കും. ഞാൻ കളിച്ചോണ്ട് ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ലേ നമുക്ക്. ഇത് എന്ത് കളി ഇത്? മട്ടൻ ചുറ്റിക്കുന്ന കളി, നൈറ്റ് മെയറൊക്കെ. എലി അപ്രതീക്ഷിതമായി പോയി ആ എലി. അതെന്താണത്? വെപ്പൺ കീ. ഗ്രാനില്ലാത്ത കാരണം വെപ്പൺ കീ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ബാത്റൂമിൽ കക്കൂസിലും കുളിക്കുന്ന സംഭവത്തിലൊന്നും ഒന്നുമില്ല. ഞാൻ ഇപ്പം എന്തിനാ ഇങ്ങോട്ടൊക്കെ വന്നേ? നമുക്ക് ആവശ്യമുള്ളതായിട്ടൊന്നും ഇല്ല. ഇവിടെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യണ ഒരു പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഈ സുനാപ്പിൽ നമുക്ക് തട്ടിയിടാം. അങ്ങനെ അത് താഴ്ത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വെപ്പൺ പോയി എടുക്കാം, എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ അടിച്ചിടാം. അതിന് മുമ്പ് ഇവിടെ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും കാർക്കി അങ്ങനെ എന്തെങ്കിലും? കാർക്കി കിട്ടുന്നത് വളരെ വലിയ അത്യാവശ്യം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എപ്പോഴും കിട്ടാറുള്ളത് ഹാമറാണ്. ഹാമർ കിട്ടിയ വലിയ ഉപകാരം. ഓ, ഡി ജെ പാർട്ടി കണ്ടോ? ടെട്ടി പാർട്ടി ആസ്വദിക്കുകയാണ്. ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് ഇരിക്കുന്നുണ്ട്. നമുക്ക് നേരെ സ്ക്രൂ ഡ്രൈവർ അടിച്ചിടാൻ പോകാം. എന്തോടെ കിടന്ന് പുകയാണത്? നമുക്ക് ഗ്രാനിനെക്കാട്ടിലും വലിയ കഷ്ടമാണല്ലോ പെട്ടി. എലി. ഹലോ കുട്ടാപ്പി. എലീനെ വെടി വയ്ക്കാൻ പറ്റില്ല കേട്ടോ. വേറെ എപ്പോഴെങ്കിലും നമുക്ക് എലീനെ അങ്ങോട്ട് വെടി വെച്ച് അങ്ങോട്ട് കൊല്ലാം. ക്രോസ് ബോ എവിടെ വീണ്? അയ്യോ, ക്രോസ് ബോ ആണല്ലേ. നമുക്ക് നേരെ പോവാം. അതിന് മുമ്പ് നമ്മൾ ഈ പെട്ടിയൊക്കെ ഇങ്ങനെ തട്ടിയിടുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാ തന്നെയാണ്. അതിനുള്ളിൽ എന്താണ്? റസ്റ്റി പെറ്റ്ലോക്കി. എൻ്റെ ഊഹം വെച്ചിട്ട് പറയാണ്. കാർക്കി. വളരെ വിചിത്രമായ കളി. ആദ്യമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാർക്കിയൊക്കെ കിട്ടണത്. നേരെ ഓടാം. സുനാപ്പിളി പൊട്ടി. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവണേ. നമുക്ക് ഇത് ആദ്യം അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു പാർട്ടും കൂടിയാണ് നമുക്ക് കിട്ടാനുള്ളത്. അത് അടുക്കളയിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഗ്രാനിനെ പുകയ്ക്കണ സ്ഥലം, കൊല്ലുന്ന സ്ഥലം. നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ പിന്നെ നമുക്ക് ഷോർട്ട് കട്ട്. ഗോ ഓൺ ഷോർട്ട് കട്ട്. ഇവിടെ ഒന്നുമില്ലേ ഈ സുനാപ്പിളി? എന്താ സംഭവം? ഇതുകൊണ്ട് വല്ല ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. ഇതിൻ്റെ പേര് പോലും എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇത് എവിടെയെങ്കിലും യൂസ് ചെയ്യാനുള്ളതാണ്. ആയിരിക്കാം, ചിലപ്പോൾ ആയിരിക്കില്ല. നമുക്ക് അങ്ങനെയല്ലേ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം മാത്രമല്ല നമുക്ക് എടുക്കാനും പറ്റുള്ളൂ. എന്താ സാധനം? വെള്ളം ചോരയൊക്കെ കൂടിയിട്ട് അത് മിക്സായി. കിണറിനുള്ളിൽ എന്താണത്? എൻജിൻ പാർട്ട്.
അതെയോ, എനിക്കറിയില്ലായിരുന്നു. പറഞ്ഞു തന്നതിന് നന്ദി. എൻജിൻ പാർട്ട് അല്ലെങ്കിൽ ഹാമർ. നമുക്ക് പ്ലേ ഹൗസ് കീ കിട്ടിയിട്ടില്ല. ചാടി ചാപ്പ് ചാട്. എന്തുകൊണ്ടെന്ന് നോക്കിട്ടെന്ന്. ഏയ് ഞാൻ ഇതെന്ത് ചാടാത്തെ. നമുക്ക് ഓടാം. ഫോൺ വയ്ക്കാൻ ലോക്കായ. അയ്യോ ഇതിനുള്ളിൽ എന്താണ് എന്താണ്? അസ്ഥിമച്ചാൻ കോകുവീൽ. വളരെ അപൂർവമായ സ്ഥലങ്ങളിൽ നിന്നാണ് ചില അപൂർവ സാധനങ്ങളെല്ലാം കിട്ടുന്നത്. ഗ്യാസ് ഒഴിക്കാൻ കണ്ടു. ഇത് അപൂർവമല്ലാന്നുണ്ടോ? ഹലോ ചേച്ചി, ഇതാരാള്? ഫോട്ടോ ഞാൻ തട്ടിയിട്ട് പോലും. കാക്കക്കൂട്ടിൽ മാസ്റ്റർ കീ. എന്തായാലും എടുക്കാം അല്ലേ? പാവം കാക്കയല്ലേ, എത്ര നേരം അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മള് എടുത്തില്ല. 2 തുറക്കേണ്ടത്. ഷോട്ട് ഗൺ കംപ്ലീറ്റ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സാധനങ്ങൾ കിട്ടി തുടങ്ങി. കളിയുടെ അവസാനത്തിലേക്ക് പ്രവേശിക്കുന്നു. മിണ്ടാണ്ട് പോയി. ഓ, ആ സുനാപ്പിളി ഉരുപ്പോയി. പിന്നെ ഇന്ന് ഞാൻ ഈ റൂമിലിട്ട് ലോക്കി. ഗായ്സ്, പിക്ചറൊക്കെ എങ്ങനെ ഇവിടെ വന്നു? ഓ ഓ ഓ ചിലപ്പോൾ നമ്മൾ ചാവും. ഈ സുനാപ്പിളി നമുക്ക് അങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഈ വാതിൽ അങ്ങോട്ട് അടയ്ക്കാം. പിന്നെ നമുക്കിവിടെ എപ്പോഴാണ് പിക്ചർ വരിക? പിക്ചറിന് നടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ വാതിലൊക്കെ തപ്പും. നേരെ സമയം വേസ്റ്റ് ആക്കണ്ട, നേരെ പോവാം. ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പീസ് കിട്ടിയത് ആ ടെഡിയുടെ അവിടെ നിന്നാണ്. അത് നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് അതെടുക്കണം. നമ്മുടെ ഈ പീസ് കിട്ടി കഴിഞ്ഞു. ഷോർട്ട് ഗൺ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇതൊക്കെ നടച്ചിട്ടേ വേണ്ട. ചിലപ്പോൾ എനിക്ക് കാർക്ക് വേണ്ടി വന്നാലോ. എന്നാലും കൂടി അടഞ്ഞിട. ഓക്കെ, സെറ്റ്. ആന അമർന്നു. കണ്ണി കൂടെ പൊന്നീച്ച പറഞ്ഞു. മാസ്റ്റർ കീ ഒന്നല്ല എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് പോക. ടെഡിയുടെ സ്ഥലത്ത് DJ പാർട്ടി ആഘോഷിച്ച് കഴിഞ്ഞാ ടെഡി മോളെ? നമുക്ക് നേരെ ഷോട്ട് ഗണ്ണിൻ്റെ പീസുമായി മുകളിലേക്ക് പോകാം. അവ ഞങ്ങളുടെ അടിയിലേക്ക് വേഗം ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ ഷോർട്ട് കട്ടുകൾ എടുത്ത് ശീലിച്ചത് മൂലം നമുക്ക് എന്താ പറയുക, ഷോട്ട് ഗൺ കയ്യിൽ നിന്ന് വിറയണത്. അയ്യോ, വിറച്ചിട്ട് പാകമില്ലേ. ഷോട്ട് ഗൺ കംപ്ലീറ്റ്. എന്താണ് അവിടെ കിടന്ന് തിളങ്ങുന്നത്? കാർത്തി നമുക്ക് സേഫായ സ്ഥലത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യാം. ഡിക്കിക്കുള്ളിൽ ഡ്രോപ്പ് ചെയ്യാം. ഡിക്കിക്കുള്ളിൽ ഡ്രോപ്പ് ചെയ്താൽ ശബ്ദം കേൾക്കില്ല. അതൊരു മികച്ച പോയിന്റാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാനി ഈസിയിലൊക്കെ ഇട്ട് കളിക്കുമ്പോൾ നടക്കാൻ പറ്റില്ല. ഗ്രാനീനെ ഈസിയിലൊക്കെ ഇട്ട് കളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ഒന്ന് പ്രയോഗിക്കുക. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ സാധനം തട്ടിമറിക്കാണ്. തട്ടിമറന്നോ? എക്സ്ട്രാ ലോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം? ഇതാണ് എക്സ്ട്രാ ലോക്ക്. നീഡ് എ ബാറ്ററി. ഇതെന്താ സാധനം? ഫൈൻഡ്സ് എ സ്വിച്ച്. ഓ, സ്ക്രൂ ഡ്രൈവർ നമ്മൾ അവിടെയാണ് കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ഓടുന്നത്. അത് ആ വഴിയുടെ ഉള്ളിൽ കൊടുത്തിട്ട് പെടച്ചുട്ടോ. ഒന്നും നോക്കല്ല. നേരെ പോയി ഗ്രാനേഡ് അണ്ണാക്കിലേക്ക് പോകാൻ. ഗ്രാനില്ലല്ലോ, പിന്നെ എന്തൊരു ചെയ്യും? അയ്യോ
ഗായ്സ് അടുക്കളയൊന്നും എക്സ്പ്ലോർ ചെയ്തില്ലല്ലോ നമുക്ക് കൂടുതൽ സാധനങ്ങൾ കിട്ടാറുള്ള ഒരു സ്ഥലം പോലും നമ്മൾ നീങ്ങുന്നു. ചെയിൻ കട്ടർ അല്ലേ? എലിക്കുട്ടാ കടിച്ചിട്ട് പോയി, കൊത്തിയിട്ട് പോയി. നമ്മളെ ഗ്രാനി പിടിക്കാൻ വേണ്ടി ഈ വാതിൽ കൂടെ. ഇങ്ങനെ ശബ്ദം കേൾക്കും. ഇതൊന്നും ഞങ്ങളിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്കല്ലാതെ അറിയാലോ. കിടക്ക് പുറത്ത്. ഗ്രാനി ഇല്ലെങ്കിലും കൂടി നമുക്ക് ആ മണിയൊന്ന് അടിച്ചിട്ട് പോവാം. നമുക്ക് പറയണ എക്സ്ട്രാ ലോക്സ് ഇടേണ്ടി ഇരുന്നില്ല. എന്തോ ഒരു സാധനം ഓപ്പൺ ആയി. പ്ലേ ഹൗസ് കീ കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് അവിടെ നിന്ന് ഗ്യാസ് ഓയിൽ ക്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ അല്ലേ വന്നിങ്ങനെ. വേഗം വാ, ഉരുണ്ടുരുണ്ട് വാ. കീരുന്നിട്ട് എന്തായാലും അപ്പുറത്ത് ചെയ്യാണ്ടിരിക്കില്ല. നമ്മൾ നേരെ ഗ്യാസ് ഓയിൽ ക്യാൻ എടുക്കുന്നു വരുന്നു. കാർ എസ്കേപ്പ് ചെയ്യാമെന്നൊക്കെ ഒരു തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഉറങ്ങാൻ. അയ്യോ, ഞാൻ എന്താ എവിടേക്കാൻ പോണേ? 2 തുറക്കേണ്ടത്, അതെല്ലാവരും ഓർമ്മ വയ്ക്കുക. ഓർമ്മ വെച്ചിട്ട് ഇപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നേരെ പിടച്ചു വിടുന്നു. ഫുൾ ടാങ്ക് ഒഴിക്കാം. ചിലപ്പോൾ വണ്ടി ഓടിയില്ലെങ്കിലോ. വേഗം ഒഴുക്കി. എന്ത് കഷ്ട, സ്പീഡ് ഭയങ്കര കുറവാട്ടാ. ഗ്യാസ് ഒഴിക്കാനൊന്നും ശരിയല്ല. കഴിഞ്ഞ നമുക്ക് കാറിൻ്റെ സുനാപ്പിളികളൊന്നും കിട്ടിയിട്ടില്ല. കാർ സ്റ്റാർട്ട് ചെയ്തു. കാര്യം കാണിച്ച ഇതിൻ്റെ ആവശ്യം ഇതെന്തോ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. അയ്യോ, ഗ്യാസ് ഓയിൽ ക്യാൻ ഇട്ടില്ല ഞാൻ എൻ്റെ ഉള്ളിലേക്ക്. നമ്മൾക്ക് ഇങ്ങനെ ഉപയോഗിച്ച് തീർക്കാനുള്ള സാധനങ്ങളായി വീണ്ടും അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടിടാം. എന്നിട്ട് എല്ലാതും കൂടിയിട്ട് നമുക്ക് കാറിൽ എസ്കേപ്പാം. നമ്മൾ ഷോർട്ട് ഗൺ എവിടെ ഇട്ടേ? ഷോർട്ട് ഗൺ എടുത്തിട്ടില്ല. ഷോർട്ട് ഗൺ എടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഷോർട്ട് ഗൺ മണി ഇരിക്കുന്ന സ്ഥലം. അയ്യോ, നമ്മളവിടെ നോക്കിയില്ല. ബുക്ക് കിട്ടിയില്ലല്ലോ. ബുക്ക് കിട്ടിയെങ്കിൽ ലിഫ്റ്റ് പോയി തുറക്കായിരുന്നു. ഒരു കാര്യം ചെയ്താലോ ഗൈസ്, ഡോർ എസ്കേപ്പ് വേണോ? പെഡ്ലോക്ക് കട്ടിങ്. ചെയിൻ കട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഗൈസ് ഉറപ്പിച്ചു. ശരിയാട്ടാ. ഞാനേ മുമ്പ് കളിച്ച കളിയൊക്കെ ഞാൻ ഉറക്കണേ. പ്ലേ ഹൗസ് കീ ഒക്കെ കിട്ടിയെന്ന് എൻ്റെ വിചാരം. അയ്യോ, നമ്മളൊരു കാര്യം തീരുമാനിച്ചു. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡോർ എസ്കേപ്പ്. മാറിക്കടാ, നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. ഇനി ഇതിൻ്റെ ആവശ്യം മുകളിലാണ്. നമ്മൾ ഹാമർ കിട്ടാണ്ടൊന്നും നടക്കില്ല. ഗ്രാനി ഉണ്ടായിരുന്നെങ്കിൽ ഗ്രാനി തള ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് തരും? ഗ്ലിച്ച്. നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയി. ഗ്രാനി ഉണ്ടായിരുന്നുവെങ്കിൽ
നമുക്കതിനുള്ള ഫ്രീ ആയി പ്ലാങ്ക് ഇല്ല. പ്ലാങ്കൊക്കെ പൊട്ടിച്ച് തരുമായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? മീറ്റ് അല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിടാം. നമ്മൾ മൂഞ്ചി ഈ സാധനം നമുക്ക് താഴ്ത്തിക്കിടാം. എന്താടെ പോവാഞ്ഞത്? ചെയിൻ കട്ടർ ഇവിടെ വന്ന് കിടക്കണു. ഞാൻ ഇതിൻ്റെ ഉള്ളിക്കല്ലേ ഡ്രോപ്പ് ചെയ്തേ, എന്നിട്ട് എന്ത് ഇവിടെ വന്ന് കിടക്കണേ? അതൊന്നും ശരിയാവില്ല. പോ നമുക്ക് നോക്കാം. ഓ ഗൈസ്, നമ്മൾ അതിനുള്ളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു, അത് ഇങ്ങോട്ട് വരും, തെറിച്ച് വരുന്നതാവുന്നേ. നമുക്കെന്നാ ഇരുന്നുകൊണ്ട് ഇട്ടോ. ഇതിവിടെ തന്നെ വീണേ. പിന്നെ വയ്യ ബോക്സിൽ കയറുന്നു. എലി വന്നിട്ടുണ്ട്. ഓ എലിയുടെ മേത്ത് പോണ പട്ടി. സോറി പട്ടിയല്ലേ, എലി. ഞാൻ വിചാരിച്ചില്ല ഞാൻ ചാവും. ഡേ 2 ഡോർ എസ്കേപ്പിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും വിളിക്കുക. അതാ നമ്മൾ ഗ്രാനീനെ ഇട്ടിട്ട് എക്സ്ട്രീമിൽ കളിച്ച് നോക്കാം. നമ്മൾ അപ്പം തന്നെ ചാവും. എക്സ്ട്രീം പോയിട്ട് ഈസി പോലും കളിക്കാനുള്ള ധൈര്യമില്ല. നമുക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യാം? പോഗ് വീൽ എടുത്തിട്ട് വരാം. എൻ്റെ സംശയം, എനിക്ക് എന്താണ് ബുക്ക് കിട്ടാഞ്ഞത്? എനിക്ക് സ്പൈഡർ കീ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 പോയൊന്ന് തുറന്നു നോക്കാം. കോകുവേലിനല്ലേ, നീ വേറെ വല്ല കളിയാണോ? ഒരു ഗ്ലിച്ച് പരിപാടി നമുക്ക് ഒരുത്തൻ പറഞ്ഞൊരു ഗ്ലിച്ച് പരിപാടി. എന്താ ചെയ്യണേ? നോക്ക്, നക്കുന്നൊരു എലി. ഓ സൂപ്പർ. ഗ്ലിച്ച് സെർവറിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുമോ? നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് ട്രിക്ക് ചെയ്തോക്കാം. നമുക്ക് എഴുന്നേറ്റ് ചെയ്താൽ പോലെ നമുക്ക് പതുക്കെ നടന്നൊക്കെ പോകും. രണ്ടാമത്തെ പാർട്ട് ഇട്. രണ്ടാമത്തെ പാർട്ട് അപ്പോൾ പാർട്ട് 2 കാണാം. പാർട്ട് 1 ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.